ഞാൻ ഒരുപാട് ആലോചിച്ചു പോയി കേട്ടോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് സത്യത്തിൽ ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. എത്രയോ ആൾക്കാർ മക്കളില്ലാതെ പല ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ടും പല നേർച്ചകളാക്കിയിട്ടും പലതും ചെയ്തിട്ടും മക്കളെ കിട്ടാതെ എത്രയോ രക്ഷിതാക്കളുണ്ടല്ലേ, എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ടും ആവശ്യമില്ലാത്തവർക്കൊക്കെ പടച്ചോൻ അതല്ലെങ്കിൽ ദൈവം മക്കളെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഈ വീഡിയോ ഒന്ന് ആദ്യം നിങ്ങളൊന്ന് കാണട്ടെ. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം കൊലപാതകം. പ്രതി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കാളി. ഇന്നലെയാണ് കരിക്കുഴി സ്വദേശിയായ 1.5 വയസ്സുകാരൻ അർഷിദിനെ അമ്മയുടെ പങ്കാളിയായ അഷ്കർ കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങിയെന്നും ഛർദ്ദിച്ചെന്നും പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പക്ഷേ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തറിയുന്നത്. കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം മർദ്ദനം കാരണമുള്ള ആന്തരിക രക്തസ്രാവം. അമ്മയുടെ പങ്കാളിയായ അഷ്കറിനെതിരെ ബന്ധുക്കൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. എന്തിന്? സത്യത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരികയാണല്ലേ. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖമായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും വീട്ടിലുള്ളവരൊക്കെ ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കലും അല്ലെങ്കിൽ ചൂട് പിടിക്കലും ഒക്കെ ആയിട്ടാണല്ലേ. 1.5 വയസ്സ് എന്ന് പറയുമ്പോൾ ഒന്നും തിരിച്ച് പറയാൻ പോലും കഴിയാതെ, കരച്ചിലല്ലാതെ വേറൊന്നും പറയാൻ കഴിയാത്തൊരു പ്രായമാണ് കേട്ടോ ഈ 1.5 വയസ്സുള്ള ഈ മകനെ. പക്ഷെ എങ്ങനെ തോന്നുന്നു ഇവയ്ക്ക്? അതാണ് ഞാൻ ആലോചിച്ചത്. ആ 10 മാസം എന്തായാലും ആ അമ്മയുടെ വയറ്റിൽ കടന്നു വന്നതല്ലേ ആ അമ്മ എന്ന് പറയുന്ന ആ സഹോദരിയോട് പറയാനല്ല. 10 മാസം അതിലേറെ ആ പ്രസവിക്കുന്ന സമയത്ത് എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലേ. സത്യത്തിൽ ഞാനത് ആലോചിച്ചുകൊണ്ട് ഓരോ സഹോദരിമാരെ ആ വേദന, ആ സമയത്തുള്ള വേദന സഹിക്കുന്ന ഒരു ഭാര്യമാരും ഒരു മക്കളെയും കൊല്ലാൻ സമ്മതിക്കാറില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം എൻ്റെ സഹോദരിമാരോടൊക്കെ പറയുന്നത് എന്താണെന്നറിയാം, നിങ്ങളുടെ പിന്നാലെ ഒരാണ് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ലക്ഷ്യം നിങ്ങളെ ജീവിതം മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. കാരണം അവൻ കല്യാണം കഴിച്ചതാണ്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഇതൊക്കെ ഉള്ളവർ വരുന്നത് അവൻ്റെ ഒരേ ഒരു ആഗ്രഹം വേറൊന്നുമല്ല കേട്ടോ. അത് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ചില സ്ത്രീകൾ ആണിൻ്റെ പിന്നാലെ വരുന്നുണ്ട് എങ്കിൽ ചിന്തിച്ചോ, ഓളെ കാര്യലാഭത്തിനാണ്, ഓൾക്ക് പൈസേൻ്റെ ആവശ്യമായിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അതൊക്കെ ഓരോരാളെ താല്പര്യമാണ്. ആർക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കുക, എന്ത് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊല്ലുന്നതിൽ നല്ല ആർക്കെങ്കിലും കൊടുത്തൂടെ ചങ്ങായിമാരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തൂടെ? ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാം, എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. تکونه باش اینجوری اینجوری ضعیف دیگه باش گردنم کج کن بر گردنم کج کن. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതേപോലെ പബ്ലിക്കിൽ വെച്ചിട്ട് ഇല്ലാതാക്കണം, നശിപ്പിക്കണം. അവർ ആ കുഞ്ഞിനെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടി ഒരു ജീവിതത്തിൽ ഒരു തടസ്സമാവരുത് എന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഇനി അവർക്ക് ജീവിക്കാൻ ദുനിയാവിൽ വിധിക്കാൻ പാടില്ല. വിധി ഞങ്ങൾ തീരുമാനിക്കണം അവരെന്തിലാണ് വിധിക്കേണ്ടത് എന്ന്. ഇങ്ങനെയാണ് ഒരു 10 ആളെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഗവൺമെൻറ്റിനോട് പറയാനല്ലോ, വെറുതെ വിടരുത്. 10 കൊല്ലം 5 കൊല്ലമൊക്കെ നിങ്ങൾ ജയിൽ ശിക്ഷ കൊടുത്തിട്ട് അവരിറങ്ങി വരുമ്പോൾ നല്ല ടിപ്പ് ടോപ്പിലാണ് വരുന്നത്, നല്ല ശരീരമൊക്കെ ഇതായി. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ശമ്പളം കൂടുതലല്ലേ ജയിലിലൊക്കെ. എത്ര ശമ്പളം! പുറത്തിപ്പം ബംഗാളികളെ കൂലിയാന്ന്, ഇപ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളെ കൂലിയാണ് ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതിനൊന്നും ഉണ്ടാക്കരുത്, അനുഭവിക്കാൻ അവരെ വിടരുത് കേട്ടോ.